+1 അലോട്ട്മെന്റിന് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഷമീം സാർ വന്നിട്ടുള്ളത്. ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾ SSLC ചാനലാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ +1 ചാനൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം. കാരണം ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഇതേപോലെയുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ +1 ചാനലിലൂടെ ആയിരിക്കും ലഭിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. നിങ്ങൾക്ക് +1 ഏത് കോഴ്സ് കിട്ടിയാലും, അതായത് സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്യൂഷൻ അത്യാവശ്യമാണ്. ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എക്സാമിനറിലെ ബാച്ചുകൾ തന്നെയായിരിക്കും. +1 അഗ്നി ബാച്ചും അതുപോലെ ജ്വാല ബാച്ചും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ക്ലാസ്സുകൾ നൽകുന്ന ബാച്ചുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഏതാണെങ്കിലും നിങ്ങളുടെ ഗോൾ എന്താണെങ്കിലും അതിലേക്ക് എത്തിക്കാൻ എക്സാമിനർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കാര്യത്തിലേക്ക് വരാം. അതായത് +1 അലോട്ട്മെന്റിന് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ വരുത്തുന്ന ചെറിയ മിസ്റ്റേക്സ് നിങ്ങളുടെ അഡ്മിഷനെ തന്നെ ബാധിക്കും. ഓക്കെ, അതെന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ പോയിന്റ്, സ്കീം സെലക്ട് ചെയ്യുന്ന സമയത്ത് പലരും തെറ്റിക്കുന്ന, അത് നമ്മുടെ SSLC എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്ന ആ സമയത്താണ് ഇത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും അല്ലേ. സെലക്ട് യുവർ സ്കീം എന്ന് ചോദിക്കുമ്പോൾ SSLC എന്ന് 1ഉം 2ലും കാണാം. ഒന്നാമത്തെ ഓപ്ഷനായിട്ടും രണ്ടാമത്തെ ഓപ്ഷനായിട്ടും SLC എന്ന് കാണും. ഒന്നാമത്തെ ഓപ്ഷനാണ് ഈ വർഷം SSLC പാസ്സായ കുട്ടികൾ സെലക്ട് ചെയ്യേണ്ടത്. പല കുട്ടികളും രണ്ടാമത്തെ ഓപ്ഷൻ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. അതായത് ഈ വർഷം മുമ്പ് 2007 മുതൽ 2024 വരെയുള്ള കുട്ടികൾക്കാണ് രണ്ടാമത്തെ ഓപ്ഷൻ. അതേപോലെ തന്നെ CBSE കുട്ടികൾ മാറി അക്ഷയ സെൻറ്ററിൽ ഏൽപ്പിച്ചിട്ടുള്ളതാണെങ്കിൽ, അക്ഷയ സെൻറ്ററിലാണ് നിങ്ങളുടെ ഫോം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ SSLC ഇങ്ങനെ സെലക്ട് ചെയ്ത് അങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങനെ പോകുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ എന്ത് ചെയ്യാം, CBSE ആണെന്ന് ശ്രദ്ധിക്കാതെ ചിലപ്പോൾ SSLC ഒക്കെ ചൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഫൈനൽ സബ്മിഷൻ നടത്തുന്നതിന് മുമ്പ് ആ കാര്യം ഒന്ന് പ്രൂഫ് ചെക്ക് ചെയ്യണം. ഓക്കെ, തീർച്ചയായിട്ടും പ്രൂഫ് ചെക്ക് ചെയ്യണം നിങ്ങൾ സെലക്ട് ചെയ്തത് നിങ്ങളുടെ യഥാർത്ഥ സ്കീം തന്നെയാണോ എന്നുള്ളത്. അപ്പോൾ സ്കീം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അപേക്ഷിച്ചു, തെറ്റായിട്ടുള്ള വിവരം നൽകി നിങ്ങൾ അപേക്ഷിച്ചു, നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടി, പക്ഷേ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടൂല. ഓക്കെ, അതുകൊണ്ട് തീർച്ചയായിട്ടും സ്കീം സെലക്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അടുത്തത് നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുമ്പോൾ, അഡ്രസ്സ് എന്തുകൊണ്ടാണ് പ്രശ്നം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരേ സ്കൂളിൽ പഠിച്ച കുട്ടിയാണെങ്കിൽ ബോണസ് പോയിന്റ് ഉണ്ട്. അതേപോലെ ഒരേ പഞ്ചായത്താണെങ്കിൽ അല്ലേ, അതേപോലെ ഒരേ താലൂക്ക് ആണെങ്കിൽ ഓരോന്നിനും ബോണസ് പോയിന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ താലൂക്കിലുള്ള ആളാണ് അല്ലെങ്കിൽ നമ്മൾ ആ പഞ്ചായത്തിലുള്ള ആളാണ് എന്ന് തെളിയിക്കുന്നത് നമ്മുടെ അഡ്രസ്സ് അല്ലേ. നമ്മുടെ അഡ്രസ്സ് വെച്ചിട്ടല്ലേ നമ്മൾ ആ ഒരു ബോണസ് പോയിന്റിന് വേണ്ടി നമ്മൾ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അഡ്രസ്സ് കറക്റ്റ് ആയിരിക്കണം. അഡ്രസ്സിൽ എന്തെങ്കിലും മിസ്മാച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എന്ത് ചെയ്യും, നിഷേധിക്കും. ചിലപ്പോൾ അഡ്മിഷനൊക്കെ കിട്ടും. നമ്മൾ കറക്റ്റ് ഇപ്പോൾ ഒരു സ്കൂളുള്ളത് A എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിലാണ് ആ സ്കൂളുള്ളത്. നമ്മൾ അഡ്രസ്സിൽ എന്ത് ചെയ്തു, എൻ്റെ പഞ്ചായത്ത് A എന്നാണെന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യും, മുൻഗണന കിട്ടും, ബോണസ് പോയിന്റ് കിട്ടും, അഡ്മിഷനും കിട്ടും, അലോട്ട്മെന്റ് കിട്ടും. നമ്മൾ എന്നിട്ട് ആ പ്രിൻ്റ് ഔട്ടുമായിട്ട് ആ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പ്രിൻസിപ്പാൾ ഇങ്ങനെ ചെക്ക് ചെയ്യും, നീ എയിലല്ലല്ലോ, നീ ബിയിലല്ലേ, ബി എന്ന പഞ്ചായത്തിലല്ലേ, അപ്പോൾ നിനക്ക് എങ്ങനെ അഡ്മിഷൻ തരാം, നിനക്ക് അഡ്മിഷൻ ഇല്ല എന്ന് പറഞ്ഞ് മടക്കിയേക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അഡ്രസ്സിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പിന്നെ സർട്ടിഫിക്കറ്റുകൾ, ഏത് സർട്ടിഫിക്കറ്റ് ആയാലും, അതായത് SPC, അതുപോലെ തന്നെ എന്താ പറയുക, സ്കൗട്ട് ആൻഡ് ഗൈഡ് അല്ലേ, അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റ്. അത് കൂടാതെ ക്ലബ് സർട്ടിഫിക്കറ്റുകളുണ്ട്. ഇതിൻ്റെ ഒക്കെ എന്താ പറയുക, നമ്പറും ഡേറ്റും ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റി ഇതൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യരുത്, തെറ്റിപ്പോരുത്. നമ്മളില്ലാത്ത സർട്ടിഫിക്കറ്റ് എൻ്റർ ചെയ്യരുത്. ഏതെങ്കിലും നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു സർട്ടിഫിക്കറ്റ് അത് എൻ്റർ ചെയ്തിട്ടാണ് നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് എങ്കിൽ നമ്മൾ അഡ്മിഷൻ സമയത്ത് അത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് നമുക്ക് കഴിയാതെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ സർട്ടിഫിക്കറ്റ് പറയുമ്പോൾ EWS സർട്ടിഫിക്കറ്റ് അല്ലേ, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഇൻകം സർട്ടിഫിക്കറ്റ് ഒക്കെ വേണ്ടി വരും. അത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ SSLCയിൽ ഇപ്പോൾ എന്താ പറയുക, കമ്മ്യൂണിറ്റി കോട്ടയിലാണ് കിട്ടിയെന്ന് വിചാരിക്കുക. ആ സമയത്ത് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ SSLC സർട്ടിഫിക്കറ്റിൽ ഒരു കാസ്റ്റും നമ്മുടെ റിയൽ കാസ്റ്റ് വേറെയാണെന്ന് വിചാരിക്കുക. അതായത് കാസ്റ്റ് ചേഞ്ച് ചെയ്തോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ആ ഒരു സമയത്ത് ആ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് അലോട്ട്മെൻറ്റിൽ നമ്മളെ പുറത്താക്കും. പിന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതാണ് ആ റിലീജിയൻ, കാസ്റ്റും അതുപോലെ ഈ സർട്ടിഫിക്കറ്റും ഒക്കെ വരുന്നത്. അപ്പോൾ ഓരോ റിലീജിയനിലും ഓരോ കാസ്റ്റിനും റിസർവേഷൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും നിങ്ങളുടെ റിലീജിയൻ ഏതാണ്, കാസ്റ്റ് ഏതാണെന്നുള്ളത്. അത് അതേപോലെ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവണം. ഓക്കെ അല്ലേ. അപ്പോൾ അത് മാറിപ്പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അഡ്മിഷൻ കിട്ടും,
അഡ്മിഷൻ കിട്ടിയത് കാര്യമുണ്ട്, അവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റണ്ടേ? പറ്റൂല. അവിടെ ആ സമയത്ത് എന്ത് ചെയ്യും? അഡ്മിഷൻ തരൂല എന്ന് പറയും അല്ലേ. പിന്നെ സ്കൂൾ കോഴ്സും സ്കൂളുകളും അതിൻ്റെ കോഴ്സുകളുടെയും കോഡ് കൊടുക്കും. വളരെയധികം ശ്രദ്ധിക്കും. പലരും വളരെ കുറച്ച് സ്കൂളുകൾ മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്. അത്യാവശ്യം ഫുൾ A+ ഉള്ള കുട്ടികളാണെങ്കിൽ പോലും എന്ത് ചെയ്യും? ഒരു 4 സ്കൂള്, എൻ്റെ പരിസരത്തുള്ള 4 സ്കൂൾ അത് മാത്രമേ പോകുള്ളൂ. കുറേ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻസിൽ ആയിരിക്കും എനിക്ക് അഡ്മിഷൻ കിട്ടുക. അങ്ങനെ പേടിച്ചിട്ടൊക്കെ എന്ത് ചെയ്യും? ഓപ്ഷൻസ് കൂടുതൽ കൊടുക്കൂല. ഒരു 10 ഓപ്ഷൻ ആകുമ്പോഴേക്കും മതി, അത്ര മതി, അതിൽ കിട്ടും. അതിൽ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വീട്ടിലിരിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് +1 ക്ലാസ്സിന് പോകണോ? നിങ്ങൾ മാക്സിമം ഓപ്ഷൻസ് ഫില്ല് ചെയ്യണം. മാക്സിമം ഓപ്ഷൻസ്. കാരണം ഫുൾ A+ ഉള്ളത് കൊണ്ട് മാത്രം എന്താവില്ല? +1 അഡ്മിഷൻ കിട്ടണമെന്നില്ല. ഓക്കെ, വേറെയും ഒരുപാട് ഘടകങ്ങളുണ്ട് അതിന്. ഓക്കെ, ചിലപ്പോൾ ഫുൾ A+ ഇല്ലാത്ത കുട്ടികളൊക്കെ ഇങ്ങനെ സീറ്റ് ഇങ്ങനെ കിട്ടി ഇങ്ങനെ പോകുന്ന കാണാം. ഫുൾ A+ ഉള്ള ആൾ എന്ത് ചെയ്യും? അങ്ങനെ മേലോട്ട് നോക്കി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസ് ഫില്ല് ചെയ്യണം. ഓക്കെ, മാക്സിമം. അതായത് നമുക്ക് പോകാൻ പറ്റുന്ന, നമുക്ക് എന്താ പറയുക, ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു മണിക്കൂർ ട്രാവലിംഗ് ഒക്കെ മാക്സിമം നമുക്ക് പോകാൻ പറ്റും. 1 മണിക്കൂർ, 10 മണിക്കൂർ സ്കൂളിൽ എത്തണമെങ്കിൽ 9 മണിക്ക് ഇറങ്ങുന്ന അതൊക്കെ ഓക്കെയാണ്. അതൊക്കെ നമ്മൾ പോകണം അല്ലേ. അതല്ല ഒരു 2.5 മണിക്കൂറൊക്കെ ബസ്സിലിരുന്ന് യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല. കാരണം 1 വർഷമാണ് നമുക്ക് അങ്ങനെ പോകേണ്ടി വരിക അല്ലേ. 2 മണിക്കൂറും 2.5 മണിക്കൂറും ഒന്നും ഒരിക്കലും നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത്ര ദൂരെയുള്ള സ്കൂളുകൾ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട. ഓക്കെ, ഒരിക്കലും ചൂസ് ചെയ്യേണ്ട. 1 മണിക്കൂറൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ട്രാവൽ ചെയ്യാം. ഓക്കെ, അത്രയും എന്താ പറയുക ദൂരപരിധിയുള്ള സ്കൂളുകൾ നിങ്ങൾ സെലക്ട് ചെയ്യണം. ഓപ്ഷൻസ് കൊടുക്കണം. സ്കൂളുകളുടെ എണ്ണം ഒരിക്കലും കുറഞ്ഞു പോകരുത്. ഒരു മിനിമം 20 ഓപ്ഷൻസ് എങ്കിലും മിനിമം നിങ്ങൾ എല്ലാവരും കൊടുത്തിട്ടുണ്ടാവണം. ഓക്കെ, സ്കൂളുകളും അതുപോലെ കോഴ്സ് ശ്രദ്ധിക്കണം. ഓക്കെ, കോഴ്സ് നിങ്ങൾക്ക് ഏത് കോഴ്സാണോ താല്പര്യം അതിൻ്റെ കോഡുകൾ മാത്രം. ഇപ്പോൾ സയൻസ് ആണെങ്കിൽ 01 തന്നെ എല്ലാ സ്കൂളും, നിങ്ങളുടെ പരിസരത്തുള്ള എല്ലാ സ്കൂളിലെയും 01 01 01 01 അങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, ഇനി നിങ്ങൾ കമ്പ്യൂട്ടർ കോമേഴ്സ് ആണെങ്കിൽ 39 ആണ്. നിങ്ങൾ കമ്പ്യൂട്ടർ കോമേഴ്സ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യണം? 39 തന്നെ ആദ്യം ചുറ്റുവട്ടത്തുള്ള സ്കൂളുകളിലൊക്കെ 39 ആദ്യം അങ്ങനെ കൊടുത്തുകൊണ്ട് പോകണം. ഓക്കെ, യെസ്. അല്ലാതെ ഒരു സ്കൂളിൽ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, പിന്നെ വേറൊരു സ്കൂള് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ഈ രീതിയിലല്ല നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ഇഷ്ടം അതിനനുസരിച്ച് എന്ത് ചെയ്യുക? നിങ്ങൾ ഫില്ല് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയില്ലേ മക്കളെ? അപ്പോൾ സ്കൂളും കോഴ്സും എങ്ങനെയാണ് സെലക്ട് ചെയ്യുക എന്നുള്ളത് മനസ്സിലായില്ലേ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫൈനൽ സബ്മിഷൻ. ഓക്കെ, ഫൈനൽ സബ്മിഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഓക്കെ, ഫൈനൽ സബ്മിഷൻ നടത്തുമ്പോൾ നന്നായിട്ട് പ്രൂഫ് ചെക്ക് ചെയ്യണം. പ്രൂഫ് ചെക്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വേറൊരാളെ വേറെ സ്ഥാപനത്തിൽ ഏൽപ്പിച്ചു പോകുന്നു, അതും പറഞ്ഞ് നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞോ? ഇല്ല. നമ്മളത് അവർ ചെയ്യുന്നുണ്ടോ, അത് കറക്റ്റായിട്ടാണോ ഫില്ല് ചെയ്തിട്ടുള്ളത് ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും നമുക്കാണ്. കാരണം നമുക്കാണ് സീറ്റ് കിട്ടേണ്ടത്. +1 അലോട്ട്മെൻറ്റ് കിട്ടേണ്ടത് നമുക്കല്ലേ. അപ്പോൾ ഫൈനൽ സബ്മിഷൻ നടത്തണം. പലരും ഫൈനൽ സബ്മിഷൻ നടത്തുന്നില്ല. അതായത് ഒക്കെ ഫില്ല് ചെയ്ത് വെച്ചു, എന്ത് ചെയ്തില്ല? ഫൈനൽ സബ്മിഷൻ നടത്തിയില്ലെങ്കിൽ അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തൂല. ഫൈനൽ സബ്മിഷൻ നടത്തി പ്രിൻ്റ് ഔട്ട് എടുത്തെങ്കിൽ മാത്രമേ നമ്മളെ അലോട്ട്മെൻറ്റിലേക്ക് എന്ത് ചെയ്യുള്ളൂ? പരിഗണിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? ഫൈനൽ സബ്മിഷൻ നടത്തുക. അതിന് മുൻപ് നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ തന്നെയാണോ ഫില്ല് ചെയ്തിട്ടുള്ളത്, നമ്മുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റിൽ അനുസരിച്ചിട്ട് തന്നെയാണോ ഫില്ല് ചെയ്തിട്ടുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പ് വരുത്തണം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മുടെ അലോട്ട്മെൻറ്റിൽ നമ്മളെ പുറത്താക്കാൻ സാധ്യതയുള്ള മിസ്റ്റേക്കുകളാണ്. അപ്പോൾ ഈ മിസ്റ്റേക്കുകൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്? ചെയ്യാൻ വേണ്ടി പാടില്ല. ഈ വരെ മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക? എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.